ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് കോയമ്പത്തൂരുള്ള BSD കോളേജിന്റെ ലാബിലാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ലാബും കാര്യങ്ങളും ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ വന്ന ടൈമില് നമുക്കൊരു മലയാളി സ്റ്റുഡന്റിനെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞു. സോ പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് MLT എന്ന് പറയുന്നത്. ആള് MLT പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. നമുക്ക് ആളുടെ എക്സ്പീരിയൻസ് നോക്കാം. ഹായ്ഡാ, ഹായ്, പേരെന്താ വരുന്നത്? എന്റെ പേര് ഗീതുജി. ഗീതുജി എന്നാണ് വരുന്നത്. സ്ഥലം എവിടെയാ വരുന്നത്? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രം എവിടുന്നാണ്? ട്രിവാൻഡ്രം നെടുമങ്ങാട്. നെടുമങ്ങാട്. സോ ഇവിടെ MLT പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് 7 വർഷമാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇപ്പൊ സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. സോ 2023 അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ് ആണ് അല്ലെ. എങ്ങനെയാ നമ്മുടെ BSD കോളേജിനെ പറ്റിയിട്ട് അറിഞ്ഞേ? BSD കോളേജിനൊക്കെ പറ്റി ഏജന്റ് വഴിയാണ് അറിഞ്ഞത്. ഏജന്റ് വഴി. ഫുൾ അഡ്മിഷൻ പ്രൊസീജിയർ ഏജന്റ് വഴിയായിരുന്നു. സോ ഗീതുവിന്റെ ഫുൾ അഡ്മിഷൻ പ്രൊസീജിയർ ഏജന്റ് വഴിയായിരുന്നു. ഫുൾ അഡ്മിഷൻ കംപ്ലീറ്റ്ലി എടുത്തിരിക്കുന്നത് ഏജന്റ് ത്രൂ ആണ് ഗീതു അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. സിലബസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം? നമുക്കുണ്ടല്ലോ 75% ഓക്കെ ആകണമെന്നുണ്ട്, സിമിലർ ആയിരിക്കണം എന്നുണ്ടല്ലോ. എങ്ങനെയാ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് കേരളത്തിലെ പോലെ തന്നെ സിമിലർ ആണ്. എല്ലാ സബ്ജക്ട്സും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ വളരെ നല്ലതാണ്. നല്ല ഫാക്കൽറ്റീസ് ആണ്. എന്തെങ്കിലും ഇപ്പൊ ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനി ടൈം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആണോ? അതെ. അതെ. നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരുമോ? മലയാളത്തിലല്ല, കൂടുതലും ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ്. അതായത് പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ഫുള്ളി ഇംഗ്ലീഷിലാണ്. ഇനി മലയാളി ഫാക്കൽറ്റീസ് ആരെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ? ഇപ്പൊ മലയാളി കറന്റ് മലയാളി ഫാക്കൽറ്റീസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നാൽ ഇംഗ്ലീഷിൽ തന്നെയാണോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം? ഇംഗ്ലീഷും തമിഴും. ഇംഗ്ലീഷും തമിഴ് നിങ്ങൾക്ക് മനസ്സിലാകുമോ? പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ. സോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ എനി ടൈം കോൺടാക്ട് ചെയ്യാം. എത്ര ടൈം ആണെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് തരാൻ റെഡിയാണ്. ദെൻ ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഹോസ്റ്റലൊക്കെ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടോ? ഉണ്ട്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആണോ വരുന്നത്? വന്ന ടൈമിൽ റാഗിങ് ഇഷ്യൂസ് ഒക്കെ? ഒരു ഇഷ്യൂസും ഇല്ല. ഗേൾസിനൊക്കെ സേഫ് ആണ്. സേഫ് ആണ്, ഫ്രണ്ട്ലി ആണ്. സീനിയേഴ്സ് ഒക്കെ ഫ്രണ്ട്ലി ആണ്. ഓക്കെ. അതായത് ഗീതു ഇപ്പൊ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേട്ടോ. സോ ഗീതുവിന് വന്ന ടൈമിലൊന്നും റാഗിങ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പം ലേഡീസിന് സേഫ്റ്റി 100% എൻഷുർ ചെയ്യുന്ന ക്യാമ്പസ് ആണ്. ആന്റി റാഗിങ് ക്യാമ്പസ് ആണ് കേട്ടോ. ദെൻ നമുക്കിവിടെ ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ അവിടെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതായിട്ട് കണ്ടു. സോ എഡ്യൂക്കേഷൻ പോലെ തന്നെ പാരലായിട്ട് മറ്റു പല ആക്ടിവിറ്റീസും കൊണ്ടുപോകുന്ന ക്യാമ്പസ് ആണോ? ഉണ്ട്. സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസ് ആണ്. എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസ് ആണ്. സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ പോലെ തന്നെ പാരലായിട്ട് മറ്റ് ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് BSD എന്ന് പറയുന്നത്. ദെൻ ഫീസ് എങ്ങനെയാ? അഫോർഡബിൾ ആണോ? മറ്റു കോളേജുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ഫീസ് ആണോ? കോളേജ് വെച്ച് നോക്കുമ്പോ അഫോർഡബിൾ ഫീസ് ആണ്. നമുക്ക് മലയാളി സ്റ്റുഡൻസ് ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് എന്താണ് ഒരു സജഷൻ കൊടുക്കാനുള്ളത്? സജഷൻ കൊടുക്കാനുള്ളത്, ഇത് നല്ല ബെസ്റ്റ് കോളേജാണ്. വേറെ കോളേജിനെ വെച്ച് നോക്കുമ്പോ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഒന്നും അല്ല. ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസ് ആണ്. സേഫ് ആണ്. സോ ഗൈസ്, ആളുടെ എക്സ്പീരിയൻസിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നുള്ളത്. സോ 2025 അക്കാദമിക് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിനെ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.